ഇതാരാ ബി.ജെ.പിയുടെ സൂപ്പർ വക്താവോ? കോൺഗ്രസ് എം പി ശശി തരൂരിനെ രൂക്ഷമായി വിമർശിച്ച് കോൺഗ്രസ് നേതാവായ ഉദിത് രാജ് രംഗത്ത്. ആഗോള തലത്തിൽ തന്നെ പാകിസ്ഥാന്റെ ഭീകരതയുടെ മുഖംമൂടി അഴിച്ച് തരൂരിനെതിരെയാണ് ഇപ്പോൾ വിമർശനം അഴിച്ചുവിട്ടുകൊണ്ട് ഇദ്ദേഹം രംഗത്ത് വന്നിരിക്കുന്നത്. പ്രധാനമന്ത്രിയെയും കേന്ദ്ര സർക്കാരിന്റെയും നിരന്തരം തരൂർ അനുകൂലിച്ച് സംസാരിച്ചത് ആശാൻ ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ തരൂർ ബി.ജെ.പിയുടെ സൂപ്പർ വ്യക്തമാണ് എന്നതാണ് കോൺഗ്രസ് നേതാവ് വ്യക്തമാക്കുന്നത്. ഇന്ത്യയുടെ പ്രതിനിധി സംഘത്തിൽ തരൂരിനെ ഉൾപ്പെടുത്തിയതും തലവനാക്കിയതുമൊക്കെ കോൺഗ്രസ് പാർട്ടിക്ക് അത്ര കണ്ട് ദഹിച്ചിരുന്നില്ല. മാത്രമല്ല തരൂർ ബി.ജെ.പിയിലേക്ക് പോകുമെന്നും അത്തരത്തിലുള്ള വിമർശനങ്ങളും ഉയർന്നു വന്നിരുന്നു. എന്നാൽ ഇവയെല്ലാം തന്നെ അവഗണിച്ചുകൊണ്ടാണ് തരൂർ പ്രതിനിധി സംഘത്തിനൊപ്പം പാകിസ്ഥാന് തിരിച്ചടി നൽകാനുള്ള ആ ഒരു കൂട്ടുകെട്ടിൽ ചേർന്നതും. ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടം അത് ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടിയ തരൂരിനെ കോൺഗ്രസ് പാർട്ടി തന്നെ മുഖമടച്ച ഭാഷയിലാണ് വിമർശിക്കുന്നത്. സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും തരൂരിനെ വെട്ടി നിരത്താനായിരുന്നു ഇവർ ശ്രമം നടത്തിയതും. എന്നാൽ സ്വന്തം രാജ്യത്ത് നടന്ന സംഘർഷത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കി പാകിസ്ഥാനെ ഉന്മൂലനം ചെയ്യാനുള്ള വഴിയല്ല ഇവർ തേടുന്നത്. മറിച്ച് പാകിസ്ഥാന് ഒത്താശ ചെയ്യുന്ന നിലപാടാണ് കോൺഗ്രസ് പാർട്ടി സ്വീകരിക്കുന്നത് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നതും. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം രാജ്യത്തിന്റെ ഭീകരവാദ വിരുദ്ധ നിലപാട് ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ 7 സർവകക്ഷി പ്രതിനിധി സംഘങ്ങളെ കേന്ദ്ര സർക്കാർ ചുമതലപ്പെടുത്തിയിരുന്നു. 7 നിയമസഭാ അംഗങ്ങളാണ് ഈ പ്രതിനിധി സംഘങ്ങളെ നയിക്കുന്നത്. ഇതിൽ US ഉൾപ്പെടെയുള്ള പ്രധാന രാജ്യങ്ങളിലേക്ക് ഒരു സംഘത്തെ നയിക്കുന്നത് ശശി തരൂരാണ്. അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ കൃത്യവും മൂർച്ചയേറിയതുമായ നിലപാട് ആഗോളവേദിയിൽ അവതരിപ്പിക്കുകയാണ് ഈ സംഘത്തിന്റെ ഉത്തരവാദിത്തമെന്ന് പറയുന്നത്. ബി.ജെ.പി, അതുപോലെ തന്നെ JMM, TDP, ശിവസേന തുടങ്ങിയ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള MP-മാർ ഉൾപ്പെടെയുള്ള പ്രതിനിധി സംഘത്തെയാണ് തരൂർ നയിക്കുന്നത്. US, ഗയാന, പനാമ എന്നീ രാജ്യങ്ങളിൽ ഈ സംഘം സന്ദർശനം നടത്തിയിട്ടുണ്ട്. ഭീകരതയ്ക്കും ദേശീയ സുരക്ഷാ ഭീഷണിക്കുമെതിരെയുള്ള ഇന്ത്യയുടെ ഐക്യകണ്ഠമായ നിലപാട് അവതരിപ്പിക്കാൻ ഈ രാജ്യങ്ങളിലെ നിയമനിർമ്മാതാക്കൾ, വിദഗ്ധർ, മാധ്യമങ്ങൾ, പ്രവാസികൾ എന്നിവയുമായി പ്രതിനിധി സംഘം ചർച്ച നടത്തി. ഭീകരതയ്ക്കെതിരായുള്ള രാജ്യത്തിന്റെ നിലപാട് വ്യക്തമാക്കുന്നതിനിറങ്ങിയ തരൂരിനെ സ്വന്തം പാർട്ടിക്കാർ തന്നെ ഇപ്പോൾ ശക്തമായി തന്നെ വിമർശിക്കുന്ന കാഴ്ചയാണ് സംജാതമാകുന്നത്. പ്രധാനമന്ത്രി മോദിക്കും സർക്കാരിനും അനുകൂലമായി സംസാരിക്കുന്ന ബി.ജെ.പി നേതാക്കൾ പറയാത്തത് ശശി തരൂർ പറയുന്നുവെന്നും ഉദിത് രാജ് ആരോപിച്ചു. മുൻ സർക്കാരുകളുടെ സംഭാവനകളെക്കുറിച്ചുള്ള തരൂരിന്റെ ധാരണയും അദ്ദേഹം ചോദ്യം ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യൻ സായുധ സേനയുടെ ക്രെഡിറ്റ് മോദി സർക്കാർ സ്വന്തമാക്കിയതിനെയും അദ്ദേഹം വിമർശിച്ചു. 2016 ഉറി സർജിക്കൽ സ്ട്രൈക്കിന് മുൻപേ തന്നെ ഇന്ത്യ ഒരിക്കലും നയതന്ത്ര രേഖ, അതായത് ലൈൻ ഓഫ് കൺട്രോൾ കടക്കില്ല എന്ന് ശശി തരൂരിന്റെ പ്രസ്താവനയെ കോൺഗ്രസ് പാർട്ടി നേതൃത്വം ഇപ്പോൾ ചോദ്യം ചെയ്തതായ റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള മുൻ സർക്കാർ സ്വീകരിച്ചിട്ടുള്ള നടപടികളെ അവഗണിച്ചുകൊണ്ടുള്ള പ്രസ്താവനകൾ ശശി തരൂർ എന്തിനാണ് നടത്തുന്നതെന്നും കോൺഗ്രസ് ചോദിക്കുന്നുണ്ട്. പാക് ഭീകരതയ്ക്കെതിരെയുള്ള ഇന്ത്യയുടെ നിലപാട് അവതരിപ്പിക്കാൻ വിദേശത്ത് അയക്കുന്ന പ്രതിനിധി സംഘത്തിൽ ഉൾപ്പെട്ടാൽ 4 പേരുകൾ നിർദ്ദേശിക്കാൻ കേന്ദ്ര സർക്കാർ കോൺഗ്രസ് പാർട്ടിയോട് ആവശ്യപ്പെട്ടിരുന്നു. മുൻ കേന്ദ്രമന്ത്രി ആനന്ദ് ശർമ്മ, ലോക്സഭയിലെ പാർട്ടി ഉപനേതാവ് ഗൗരവ് ഗൊഗോയ്, അതുപോലെ രാജ്യസഭ MP ആയ ഡോക്ടർ സയ്യിദ് നസീർ ഹുസൈൻ, അതുപോലെ ലോക്സഭ MP രാജ് ബ്രൻ എന്നിവരുടെ പേരുകളായിരുന്നു കോൺഗ്രസ് നിർദ്ദേശിച്ചത്. എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് തന്നെയാണ് തരൂരിന്റെ പേര്. എന്നാൽ ഇതിൽ നിന്നെല്ലാം മാറ്റി നിർത്തി തരൂരിന്റെ പേര് അതിലുണ്ടായിരുന്നില്ല. കോൺഗ്രസ് നിർദ്ദേശിച്ച പേരുകൾ സംശയാസ്പദമാണ് എന്ന് ബി.ജെ.പി വിശേഷിപ്പിച്ചതിനെ തുടർന്നുകൊണ്ടായിരുന്നു പാർലമെന്ററി കാര്യ മന്ത്രാലയം ശശി തരൂരിന്റെ പേര് പ്രഖ്യാപിക്കുന്നതും. നയതന്ത്രപരമായ യോഗത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നതിനായി കോൺഗ്രസ് മുന്നോട്ട് വെച്ച പേരുകൾ സംശയാസ്പദമാണ് എന്ന് ബി.ജെ.പി വക്താവായ അമിത് മാളവ്യയും നേരത്തെ എക്സിൽ വ്യക്തമാക്കി രംഗത്ത് വന്നിരുന്നു. പനാമയിൽ പാകിസ്ഥാന്റെ ഭീകരതയെ തുറന്നുകാട്ടി തരൂർ കോൺഗ്രസിൽ തരൂരിനെതിരെ ഒളിയുദ്ധം നടത്തുന്നുണ്ടെങ്കിൽ പോലും കേന്ദ്ര സർക്കാർ ഏൽപ്പിച്ച ദൗത്യം ശശി തരൂർ ഭംഗിയായി തന്നെ നിറവേറ്റുന്നു എന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പനാമയിൽ പാകിസ്ഥാന്റെ ഭീകരതയെ ശശി തരൂർ രൂക്ഷമായി തന്നെ വിമർശിച്ചു. ഇന്ത്യയെ ലക്ഷ്യമാക്കിയുള്ള ഭീകരാക്രമണങ്ങൾ പാകിസ്ഥാൻ നടത്തുന്നതായും ഇത്തരം പ്രവർത്തനങ്ങൾക്ക് തീവ്രവാദികൾ വലിയ വില നൽകേണ്ടി വരും എന്നതാണ് സമീപകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളിൽ നിന്നും മനസ്സിലാക്കുന്നത് എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇക്കാര്യം തീവ്രവാദികൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നും ഇന്ത്യക്കെതിരെ ആക്രമണം നടത്തിയാൽ തിരിച്ചടി നേരിടുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്നും തരൂർ പനാമയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.